വാഗമൺ ഒരു 1100 മീറ്റർ സീ ലെവലിൽ നിന്ന് പൊക്കത്തിലുള്ള സ്ഥലമാണ്. ഇത് മീനച്ചി താലൂക്ക്, കാഞ്ഞിരപ്പള്ളി താലൂക്ക്, പീരുമേട് താലൂക്ക്, ഇങ്ങനെ 3 താലൂക്കിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ആക്ച്വലി ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെയും കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെയും അതിർത്തിയിലാണ് ഈ വരുന്ന സ്ഥലം. ഇതൊരു നാച്ചുറൽ ഫോർമേഷനാണ്. ഇവിടെ 1926 തൊട്ടാണ് ഒരു ടീ പ്ലാന്റേഷൻ തുടങ്ങിയപ്പോഴാണ് വാൾട്ടർ ആൻഡ് ഡങ്കൻ എന്നൊരു കമ്പനി ടീ പ്ലാന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും കുറച്ചൊന്ന് ഫേമസ് തുടങ്ങിയത്. പിന്നെ 1930 കുറേ ആൾക്കാർ ടീ പ്ലാന്റേഷൻസ് വന്നു. പിന്നെ 1950s ആയപ്പോഴേക്കും ശരിക്കും ഇത് കൂടുതലെങ്കിൽ വ്യാപിച്ചു. ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കണ്ടു. അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയത്. ഇവിടെ തമിഴന്മാരും മലയാളീസുമാണ് വന്ന് താമസിച്ചത്. പണ്ടത്തെ ഒരു ഇൻഹാബിറ്റൻസ് അവർ തന്നെയാണ്. ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് ഇവിടെ. കുറച്ച് ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ തൊടുപുഴ പോയാൽ വഴിക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും തമിഴന്മാരാണ് ആ ഏരിയയിലൊക്കെ ടീ പ്ലാന്റേഷൻ്റെ ഇടയ്ക്ക്. വളരെ മനോഹരമായ സ്ഥലമാണ് ശരിക്കും. ഇതിപ്പോൾ ഈ നാഷണൽ ജിയോഗ്രഫിക്ക് ഇന്ത്യയിലെ 50 സിറ്റികളിൽ ഏറ്റവും നല്ല സിറ്റികളിൽ ഒന്ന്, 50 സിറ്റിയിലൊന്ന് വാഗമണ്ണാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 50 സിറ്റിയല്ല, 50 പ്ലേസുകളിൽ. അതേപോലെ ലോകത്തിൽ തന്നെ 10 കാണേണ്ട സ്ഥലങ്ങളിലെ ഏറ്റവും കാണേണ്ട സ്ഥലത്തിലൊന്ന് ഇത് വാഗമണ്ണാണെന്നാണ് പറയുന്നത്. സോ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 2 പേര് ഇവിടെ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രോ ആയിട്ടുള്ള ഏരിയയാണ്. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത കൂടുതൽ, കാരണം മുട്ടക്കുന്നാണല്ലോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയ കാരണം. അപ്പോൾ അവിടെ ലൈറ്റ്നിങ് സ്ട്രൈക്കേഴ്സൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വച്ചിട്ടുണ്ട് പലയിടത്തും, അതിലേക്ക് കയറി പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇത് ഞാൻ പോണ വഴിക്ക് കണ്ട ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. നല്ല രസമാണ് ഇങ്ങോട്ട് പോകാൻ. ശരിക്കും നല്ല വഴിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നമുള്ള ഏരിയ കൂടെ ആയിരുന്നു. 2007 സിമി ആക്ടിവിറ്റീസ് ബാൻ ചെയ്ത സിമി ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് ക്യാമ്പൊക്കെ അവിടെ നടന്നു എന്നുള്ളൊരു കേൾവിക്ക് ഉണ്ടായിരുന്നു. അത് പോലീസൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ ശാന്തസുന്ദരമായ ഏരിയയാണ്. പക്ഷേ ഇവിടെ അധികം മലയാളത്തിനേക്കാളുപരി തമിഴന്മാരും ആന്ധ്രക്കാരും ഒക്കെയാണ് ഇവിടെ അധികം വരുന്നത്. പോകുന്ന വഴിക്ക് ഇപ്പോൾ നല്ല ട്രാഫിക് ഉള്ളതാണ്. ഇപ്പോൾ ബ്ലോക്കാണ്. ഇതൊരു ബ്ലോക്കാണ് ഈ കാണുന്നത്. ഒരു അരമണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. അങ്ങനെ വാഗമൺ മൊട്ടക്കുന്ന് എന്ന സ്ഥലത്തെത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പൈൻ വാലി ഉണ്ട്. പൈൻ വാലി പോയി കഴിഞ്ഞാൽ കുറേ പൈൻ മരമൊക്കെ കാണാം. ഇവിടെ ഇങ്ങോട്ടൊക്കെയാണ് മെയിനായിട്ട് വന്നത്. എന്നിപ്പോൾ ഈ മെറോസ് ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് എൻ്റെ വിചാരം. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കാൻലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻലിവർ ഗ്ലാസ് ബ്രിഡ്ജാണിത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പോകണ്ടെന്ന് വെച്ചു, കാരണം അത്രത്തോളം തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഈ മുട്ടക്കുന്ന് കാണാമെന്നുള്ളതാണ് വാഗമൺ വന്നാലത്തെ മെയിൻ സംഭവം. ബാക്കിയൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയ സംഭവമാണല്ലോ. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെയാണ്. ഇത് നാച്ചുറലി ഫോംഡ് ആയ കാരണം ഒരു വാഗമൺ ലേക്ക് ഇവിടെ ഉണ്ട് നാച്ചുറൽ ഫോംഡ് ആയിട്ടുള്ള. അതും കാണാൻ പറ്റിയില്ല, കാരണം തിരക്കായ കാരണം. വാഗമൺ ലേക്ക്, ഈ മുട്ടക്കുന്നുകൾ, പിന്നെ ഒരു പൈൻ ഫോറസ്റ്റ്, ഇത് 3ആണ് മെയിൻ അട്രാക്ഷൻസ്. പൈൻ ഫോറസ്റ്റ് കാണാനും പറ്റില്ല, നല്ല തിരക്കാണ്. പോയി കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടെ. സോ ഇപ്പോൾ നമുക്ക് ശാന്തമായിട്ട് ഇത് കാണാൻ പറ്റും. ഇവിടെ ഇടിമിന്നലേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇടിമിന്നൽ സാധ്യതയുണ്ട്. അതിനുള്ളൊരു വാണിംഗ് ബോർഡാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോകണമെന്ന് പറയണം. പിന്നെ പൈൻ വാലി എന്നുള്ളത് 2 കിലോമീറ്റർ പോകണം. ഇപ്പോൾ ഇതിൽ മെഡോസ് കുറവാണ്. ഇപ്പോൾ കുറച്ച് വെയിൽ വന്ന കാരണം കുറച്ച് മഴയൊക്കെ വരുമ്പോഴേക്കും ഇവിടെ തന്നെ ഈ പുൽമേട് ഇങ്ങനെ വരും. ആരോ ചെത്തി ഒതുക്കിയ പോലെയുള്ള പുൽമേടുകളാണ് ഇവിടെ. ഇവിടെ ഷൂട്ടിങ്സൊക്കെ കുറേ വരാറുണ്ട്, സിനിമ ഷൂട്ടിങ്സ്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാളം ഷൂട്ടിംഗ് അധികം ഇല്ലെന്നാണ് കേട്ടത്. പക്ഷേ തമിഴ്, തെലുങ്കൊക്കെ വരാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് പ്രത്യേക ചാർജൊക്കെ കൊടുത്തവർക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഫോർമേഷൻ കണ്ടാൽ തന്നെ അറിയാം, ഭൂമി ഇങ്ങനെ മുട്ടക്കുന്ന് പോലെ ഇവിടെ ഫോം ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പുൽമേടും. ഇത് 1926 വരെ ആരും ശ്രദ്ധിക്കാണ്ട് കിടന്ന സ്ഥലങ്ങളാണെന്ന് നോക്കണം. ഈ വാഗമണ്ണൊക്കെ, വാഗമൺ, തീക്കോയി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ വെറുതെ കിടന്ന സ്ഥലമാണ്. പിന്നെ ടീ പ്ലാന്റേഷൻ കൊള്ളാമെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ സ്വകാര്യമായിട്ട് വേറെ ആൾക്കാരും ടീ പ്ലാന്റേഷൻസ് ഇങ്ങനെ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇത് നമ്മൾ ഈ കാണുന്ന ഒരു കൈറ്റാണ്. ഞാൻ ആദ്യത്തെ പക്ഷിയെന്ന് ഓർത്തത്. ഒരാളിങ്ങനെ ഒരു കൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പറത്തിപ്പോൾ ശരിക്കും ഇപ്പോൾ കണ്ട പക്ഷിയായിട്ട് തന്നെ തോന്നുള്ളൂ. ഇതെനിക്ക് അവിടെ കിട്ടണമല്ലോ, ഇതെനിക്ക് വേണം അവരുടെ വീട്ടിൽ നിന്നോ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പറത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല കാറ്റുണ്ടല്ലോ, ഉയർന്ന സ്ഥലമായ കാരണം കാറ്റ് ഇഷ്ടം പോലെയുണ്ട്. ഇടിമിന്നൽ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം മുകളിൽ കാർമേഘം വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണം ഇടിമിന്നൽ വരാം. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ അതിനോ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയ ഏരിയയിലായിരിക്കും ഇടിമിന്നൽ സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ ആ സ്ട്രൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പോസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് അറസ്റ്റർ എന്നുള്ള സംഭവം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ വന്നെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. അതുമാത്രം സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രസമാണ്. ഈ നാച്ചുറൽ ഫോർമേഷൻ ആയ കാരണം തന്നെ കുട്ടികളടക്കം എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ധാരാളം കുട്ടികളോട് വരാറുണ്ട്. ഇന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ബസ്സുകളാണ് അധികം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രാഫിക് ബ്ലോക്ക് വരുന്നത്.
ഇപ്പോൾ ഈ ദൂരെ കാണുന്നത് ഒരു ചെറിയൊരു പോണ്ടാണ്, അത് ആർട്ടിഫിഷ്യൽ മെയ്ഡ് പോണ്ടാണ്. ഇവിടെ അല്ലാണ്ട് നാച്ചുറൽ മെയ്ഡ് പോണ്ടും ഉണ്ട് ഇവിടെ ശരിക്കും. അത് ഞാൻ കാണാൻ പോയിട്ടില്ല ഇതുവരെയായിട്ടും. ഇതിപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു സ്വിമ്മിങ്ങിനാണോ അതോ മീൻ വളർത്താനാണോ എന്ന് എനിക്കറിയില്ല. സ്വിമ്മിങ്ങിനായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഇപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പോണ്ടുകൾ വച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. എന്തായാലും ഇവർ കുറേ കാര്യങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ കാശുണ്ടാക്കാനും പയ്യെ നമ്മുടെ ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം പണ്ടത്തെ വാഗമൺ കണ്ട ആൾക്കാർക്ക് അറിയാം അന്നത്തെ ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം. നല്ലൊരു വ്യത്യാസം ഞാനിവിടെ കാണുന്നുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ പോണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് മീൻ വളർത്താൻ നല്ലതാണ്, പക്ഷേ മീൻ വളർത്താൻ വേണ്ടി ആയിരിക്കില്ല, ചെറിയ പിള്ളേർക്ക് ചിലപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് അട്രാക്ഷൻസ് വച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാരിപ്പോൾ വളരെ കൂടുതൽ വരുന്നുണ്ട്. അതിലിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ വെക്കേഷൻ കാരണം കൂടി ആയിരിക്കും. അധികം നമ്മുടെ ആൾക്കാർ കുറവാണ്, മലയാളീസ് കുറവാണ്. ഈ നോർത്ത് ഇന്ത്യക്കാരും ആന്ധ്രക്കാരും ഒക്കെയാണ് അധികം പേര്. അപ്പം ഇവർ പുതിയ പുതിയ ഐഡിയാസ് വെച്ചിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മേജർ അട്രാക്ഷൻസൊക്കെ പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ശരിക്കും അതൊക്കെ അപ്രീഷ്യബിളാണ്. കാരണം വാഗമണിൽ ഇത്രയും ചേഞ്ചസ് ഞാനിപ്പോഴാണ് കാണുന്നത്. വാഗമൺ പണ്ട് വരുന്നേക്കാളൊക്കെ മനോഹരമായിട്ടുണ്ട്. പോകുന്നൊരു വാക്ക് തന്നെ അപ്പുറത്ത് ഇപ്പം ചെടിയൊക്കെ വെച്ച് നല്ല രസമാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ കണ്ടാണല്ലോ. പിന്നെ ഒരു സിപ്പ് ലൈൻ രണ്ടാമത് വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ വേറെ അട്രാക്ഷൻ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു പൈൻ വാലി. അത് പിന്നെ പണ്ടേ ഉള്ളതാണ്. സോ എന്തായാലും ഇവിടെ അട്രാക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചത് വലതുവശത്ത് നല്ല കറുത്ത പാറകൾ, ലെഫ്റ്റിൽ നല്ല അടിപൊളി കൊക്ക. ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നൊരു വരവ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ മൊട്ടക്കുന്നുകളും നല്ല ഇടിവെട്ട് കിട്ടുന്ന നല്ല സ്ഥലങ്ങളായ മൊട്ടക്കുന്നുകളും. നമ്മൾ നേറ്റിവിറ്റി എല്ലാം നല്ല കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇത് ഒരു നല്ല നാച്ചുറൽ ഫോർമേഷൻ തന്നെയാണ്. ഈ വാഗമണിൻ്റെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നല്ല ചൂടത്ത് പോലും. എന്നുവെച്ചാൽ അത്ര വലിയ തണുപ്പൊന്നും അത്ര വലിയ ചൂടൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ തേയിലത്തോട്ടങ്ങൾ, പുൽമേടുകൾ, മഞ്ഞ്, ഷോളമലകൾ, ഇതൊക്കെയാണ് വാഗമണിൻ്റെ പ്രത്യേകത. ഇവിടെയാണ് കാണുന്നതാണ് സിപ്പ് ലൈൻ. ഇതിന് പ്രത്യേക ചാർജ് വേറെയുണ്ട്. ഇന്നിപ്പോൾ സിപ്പ് ലൈൻ ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരുന്നു. ഡ്രോൺ അവരെ ഫോളോ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏത് കുന്ന് കണ്ടാലും അവിടെ ഒരു മതത്തിൻ്റെ ചിഹ്നം കൊണ്ടുവയ്ക്കുക എന്നുള്ളത് വലിയൊരു ഹോബിയാണല്ലോ നമ്മുടെ മതങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ തങ്ങൾപ്പാറ, കുരിശുമല, മുരുകൻ മല എന്ന് തുടങ്ങിയ മതാധിഷ്ഠമായ 3 മലകളും അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെ കാണാം. മാമലകൾ, തെന്നി വരും തേൻപുഴകൾ, പാടുന്നു ഹോ പാടുന്നു. ഇത് മാത്രമേ എനിക്ക് ഇവിടെ വന്നിട്ട് പറയാനുള്ളൂ. കൂടെ കുറച്ച് വെയിലുണ്ട്. അതുകൊണ്ട് കാണുന്നതാണ് ആ ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയ. ഇത് ശരിക്കും വാഗമൺ ലേക്കൊന്നുമല്ല, പക്ഷേ ബോട്ടിങ്ങിനുള്ളൊരു ഏരിയയാണ്. അവിടെ തുഴഞ്ഞു പോകുന്ന ബോട്ടുണ്ട്, പിന്നെ കായാക്കിംഗ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഞാൻ തന്നെയാണ് പിന്നെ പേരൻസും ഉള്ളത്. അപ്പോൾ എനിക്ക് അത് തന്നെ പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാനത് കണ്ടു മാത്രം നിന്നു. പിന്നെ ഈ സിപ്പ് ലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന തോന്നുന്നു, കുറച്ച് കണ്ട് വർക്ക് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സൈക്ലിംഗ് ഉണ്ട്. ഈ സിപ്പിൻ്റെ മുകളിൽ തന്നെ സൈക്കിൾ ഓടിക്കുന്ന ഒരു സംഭവം കൂടെ ഇവിടെയുണ്ട്. പക്ഷേ അത് ആരും കയറി കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ കയറുമായിരിക്കും, പക്ഷെ ആരും വരാത്ത കാരണമായിരിക്കാം. ഇത് നമുക്ക് ഈ വാഗമൺ കുന്നുകൾ ഒരു വെള്ളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രസമാണ്. ഈ ആകാശം ഭയങ്കര രസമാണ്. ആകാശവും ഈ കുന്നും ഈ ഒരു വാട്ടർ ബോഡിയും ഭയങ്കര രസമാണ്. പിന്നെ അവർ ബോട്ടിങ്ങിനാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ പിന്നെ അധികം മഴയൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ വാഗമണിൽ വരാൻ പറ്റിയ സമയമാണ് ഈ ഡിസംബർ മാസം, ജനുവരി മാസമൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സൈക്കിൾ ഓടിച്ച് പോകുന്ന റോപ്പ്. നമുക്ക് നിലത്തേക്കൂടെ തന്നെ സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇനി ഈ ഒരു റോപ്പിൽ ഓടിക്കുക എന്നുള്ളത്. അത് അങ്ങനെ ഇഷ്ടമുള്ളവർ ഓടിക്കട്ടെ. ഈ വാഗമണിന് തന്നെ ആയിട്ടൊരു ക്ലൈമറ്റ് ഉണ്ട്. കാരണം ഏതാണ്ട് 1500 മീറ്റർ ഉയരെയാണ് സീ ലെവലിൽ നിന്ന്. സോ ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും. ഒരു 24-25 ഡിഗ്രിക്ക് ആയിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല നട്ടുച്ചയാണ്, പക്ഷെ എന്നിട്ടും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല. സോ വാഗമണിലേക്ക് തന്നെ, കാരണം ഇത്ര ആൾട്ടിയോട് എന്തായാലും അത്ര തണുപ്പല്ലേ വരുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവർ കുറച്ച് ടൂറിസം നന്നാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിംഗ് ഒക്കെ ഇപ്പോഴാണ് കാണുന്നത്. കാരണം 2-3 വർഷം നേരത്തെ വന്നപ്പോഴൊന്നും ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സിപ്പ് ലൈൻ അത് ഓണാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് സിപ്പ് ലൈൻ ആൾ കയറാത്തെന്ന് അറിയാൻ പാടില്ല. പിന്നെ സൈക്കിളിൽ പോകേണ്ട സംഭവം നമ്മൾ കണ്ടല്ലോ, അതും ഇപ്പോൾ എന്തായാലും നടക്കുന്നില്ല. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. കുറച്ച് ആക്ടിവിറ്റീസ് ഒരു ആചാരമായിരിക്കും. നല്ല തിരക്കുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ഉണ്ടല്ലേ. എന്തായാലും ഈ സ്വച്ഛസുന്ദരമായ ശാന്തമായ ഈ മുട്ടക്കുന്നുകളിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെ ഫോം ചെയ്യുന്ന പറയുമ്പോഴാണ് നല്ല രസം. ഇതൊരു നാച്ചുറൽ ഫോർമേഷനാണ്, പ്രകൃതിയുടെ നാച്ചുറൽ ഫോർമേഷനാണ്. അപ്പം ഫുള്ള് മെഡോസാണ്. ഇത് ആരും നട്ടുവളർത്തിയ മെഡോന്നല്ല. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഒരു കേരളത്തിൽ അങ്ങനെ കാണാൻ കിട്ടിയ സാധനമല്ല. എനിക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ പോലും ഇങ്ങനെ കാണാൻ കിട്ടുന്നതുകൊണ്ടാണ്. ഇത് വേൾഡ് ഫേമസ് ആയ സ്ഥലം കൂടിയാണ്. നമ്മൾ കാണുന്ന പോലെ ചെറിയൊരു സ്ഥലമല്ല. പക്ഷേ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് നന്നാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും
കുറച്ച് എഫേർട്ട് എടുക്കുന്നത് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണമായ ഒരു കാര്യമാണ്. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറയുന്നു. ഇനിയും ചിലപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ടാവും. ബാക്കി വരുന്ന വഴിക്കാണ്. ഇവിടെ കുറേ മാറ്റം വന്നിട്ടില്ലേ? ഞാൻ ഒരു 6 വർഷം മുമ്പ് വന്നാണേ. അപ്പോൾ അന്ന് ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ഉൾപ്പെടുത്തിയത്? മെയിനായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ. ഗ്ലാസ് ബ്രിഡ്ജ് 250 രൂപ അല്ലേ പറഞ്ഞത്? 250 രൂപ, ഒരാൾക്ക് 250 രൂപ. സമയം എപ്പോഴാണ് അതിൻ്റെ? രാവിലെ 9 മണി തുടങ്ങി 5 മണി വരെ. അത് എന്നാലും പൊട്ടും കണ്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ. അത് ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ കയറ്റാ. ആണോ? അപ്പോൾ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു? ആണോ? കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ ആളെ കയറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കയറ്റിയില്ല. അത് പുതിയതായിട്ട് തുടങ്ങിയതാണല്ലേ? ഈ ഗവൺമെന്റ് വന്നപ്പോൾ തുടങ്ങിയതാണ്. അതെ അതെ, ഞാൻ കേട്ടിരുന്നു. ഇപ്പൊ അത് ഉച്ചവരെ ഉള്ളൂ അല്ലേ? 5 മണി വരെ ക്ലോസ് ആയി. ആളായി. ഓ, ബുക്ക് ചെയ്ത് വേണം അല്ലേ? ആ, അങ്ങനെ. പിന്നെ ഇവിടെ ഇപ്പൊ സിപ്പ് ലൈൻ വന്നിട്ടുണ്ടല്ലേ? പണ്ട് സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പക്ഷെ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പൊ സിപ്പ് ലൈൻ വന്നു. ബോട്ടിംഗ് ഉണ്ട്. അന്ന് ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കയാക്കിംഗ് ആണുള്ളത്. റോബോട്ടും ഉണ്ട്, രണ്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പദ്ധതി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ? വേറെ പദ്ധതി ഒന്നും വന്നിട്ടില്ല അല്ലേ? ഈ മെടോ തന്നെ തന്നെയാണ്, പുൽമേട് തന്നെ തന്നെയല്ലേ? മഴ പെയ്യുമ്പോൾ തന്നെ വരുമല്ലേ? തന്നെ ഉണ്ടായ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായ സംഭവം ഉണ്ടായ. ഇപ്പൊ 25 രൂപ, പണ്ട് 10 രൂപ കൊണ്ടായിരുന്നു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ, അതാണ്. പേരെന്താ? ജിതിന്. ഇവിടെ നാട്ടിൽ ഇവിടെ തന്നെ പാലാണ്. ഞങ്ങളൊരുകാരാണ്, കുടുംബക്കാരൻ. പിന്നെ വേറെ അതേ ഉള്ളൂ അല്ല? ഇവിടെ വേറെ ഗവൺമെന്റ് വേറെ പുതിയ പദ്ധതി ഒന്നും ഇല്ലല്ലേ? ശരിക്കും സൈക്കിളിങ് ചെയ്യാലോ? ഇവിടെയാണെങ്കിൽ സൈക്കിളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കാം. പല പല കാര്യങ്ങൾ വേണേ ചെയ്യാന്നേ ഉള്ളൂ. മുട്ടക്കുന്നുള്ള കാരണേ അതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ വരാറുണ്ട്. ഇവിടെ ആണോ? സിനിമ ഷൂട്ടിംഗ് വരും. തമിഴ് സിനിമ അല്ലേ? മലയാളീസ് ഒന്നും വരാറില്ല. അല്ല, മലയാള സിനിമ ഒന്നും ഇങ്ങോട്ട് ഷൂട്ടിംഗ് ഇത് കൊള്ളട്ടെ. ഈ വഴി നന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ ഞാൻ സത്യമായിട്ട് ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇനി വേറൊരു ഇവിടെ പറച്ചിലില്ല. അപ്പോൾ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇതാണ് വാഗമൺ ടൗണാണ്. അത്യാവശ്യം നല്ലൊരു സിറ്റി ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങി. ഇപ്പോൾ കേരളത്തിലുള്ള ടൂറിസ്റ്റുകൾ അല്ല തന്നെ, പുറത്തെ ടൂറിസ്റ്റുകളാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം പുറത്തെ ആൾക്കാരാണ്. തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെയാണ് അധികം വരുന്നത്. നമ്മുടെ ആൾക്കാരുണ്ട്, പക്ഷേ വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇവിടെ ഒരു ഇന്തോ സ്വിസ് കന്നുകാലി പ്രോജക്റ്റ് ആയിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ശ്രദ്ധിക്കപ്പെടേണ്ട കിടന്നൊരു സ്ഥലമായിരുന്നു ഈ വാഗമൺ, തീക്കുടി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പിന്നെ ടീം പ്ലാന്റേഷൻ വന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സ്ഥലമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പൈൻമരക്കാടുകളുണ്ട്. അതും ഒരു നാച്ചുറൽ ഫോർമേഷൻ തന്നെയാണ്. പൈൻമരം നന്നായിട്ട് വളർന്ന സ്ഥലം കൂടിയാണ്. ഈ പൈൻമരക്കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പോയിട്ടില്ല, ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, ഇന്നേ പോയില്ല എന്നേ ഉള്ളൂ. ഇത് 20 വർഷം കൂടുമ്പോൾ ഈ പൈൻമരം വെട്ടും. എന്നിട്ട് അതിൻ്റെ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. സോ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. 20 വർഷം കൂടുമ്പോഴാണ് അത് വെട്ടുന്നത്. അപ്പോൾ വെറുതെ ഒരു പൈൻമരക്കാട് മാത്രമല്ല, ഈ പൈൻമരക്കാടിൻ്റെ അടുത്താണ് ഈ ഇന്തോ സ്വിസ് പ്രോജക്റ്റായ കന്നുകാലി വളർത്ത് കേന്ദ്രം കൂടെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പല പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ശരിക്കും വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം മൂന്നാർ പോലെ ഫേമസ് അല്ല വാഗമൺ. എന്നാൽ മൂന്നാറിനേക്കാളും മനോഹാരിതയുണ്ട് ഇതിന്. ഇവിടെ നമ്മുടെ ആളുകൾ പലരും റിസോർട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കമ്പയറിങ് ടു മൂന്നാർ ഇവിടെ അത്ര വികസനം വന്നിട്ടില്ല. ആളുകൾ ഇനിയും വരാൻ കിടക്കുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അധികം ആളുകൾ വരാണ്ടിരിക്കുകയാണ് നല്ലത്. ഒന്നുമല്ലെങ്കിലും ഇപ്പോൾ അത്യാവശ്യം മനോഹരമായിട്ട് കിടക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസ് എങ്ങനെയൊക്കെ ആയിരിക്കുന്നു ഒരു പിടിയില്ല. ഇപ്പോൾ തന്നെ ട്രാഫിക്ക് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ അവിടെ പറ്റണില്ല. കാരണം ചെറിയൊരു ഏരിയയാണ്, ഇതിൻ്റെ ഒക്കുപ്പൻസി വളരെ കുറവാണ്. ട്രാക്ടർ ഒരു പാർക്കിംഗ് ഏരിയ ഒന്നും ശരിക്കും വികസിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മുടെ മുമ്പ് ഇതൊക്കെ വിജനമായ സ്ഥലമാണ്. ഞാൻ തിരിച്ചു പോയത് തൊടുപുഴ വഴിക്കാണ്, വന്നത് ഈരാറ്റുപേട്ട വഴിക്കാണ്. ഈരാറ്റുപേട്ട വഴി നല്ല വഴിയാണ്, നിങ്ങൾക്ക് വന്നിട്ട് അതേ വഴിക്ക് പോയാലും മതി. പക്ഷെ ഞാൻ ഈ തൊടുപുഴ വഴി എന്തുകൊണ്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ, ആ വഴിക്ക് പോകുമ്പോൾ ശരിക്കും കാണാൻ പറ്റിയ തേയിലത്തോട്ടങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. തേയിലത്തോട്ടങ്ങളും പഴയ തേയില ലായങ്ങളും അങ്ങനത്തെ ആൾക്കാർ താമസിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമൊക്കെ കാണാൻ.
അപ്പോൾ എനിക്കിങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ ദിവസം താമസിക്കുന്നുണ്ട്. കാരണം ആ ഒരു ജീവിതം ഒരു ദിവസം താമസിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാലും വലിയ കാര്യം തന്നെയാണ്. ഇത് ഈ കാണുന്ന ചെങ്കുത്തായ ഒരു മല, ഒരു സൈഡിൽ ലെഫ്റ്റിലൊരു കൊക്ക, ഇതൊക്കെ നൈനിറ്റാൽ, വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും നൈനിറ്റാൽ ഭാഗത്താണ് അധികവും ഞാൻ കണ്ടേക്കുന്നത്. ഇത് എക്സാക്ട്ലി ഇത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത, മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറ ഉരുണ്ട് വരും. നമ്മുടെ വണ്ടി പോകുമ്പോൾ വണ്ടിയിൽ വീണ് വണ്ടിയിലുള്ള ആൾക്കാർക്ക് മരിച്ചു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിവിടെ ഒരു സെറ്റിൽമെൻറ്റാണ്, ചെറിയ സെറ്റിൽമെൻറ്റ്. ഞാൻ കുറച്ച് സൂം ചെയ്തെടുത്തേക്കാണ് ഈ കാണുന്നതെല്ലാം. എനിവേ, ഇത് വളരെ മനോഹരമായൊരു സ്ഥലവും നമുക്ക് വളരെ മനോഹരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു ഭൂവിഭാഗമാണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. അപ്പോൾ വാഗമൺ വളരെ വർത്തായ ഒരു സ്ഥലമാണ്, അറ്റ്ലീസ്റ്റ് ഒരു വിസിറ്റിനെങ്കിലും. ഞാൻ പിന്നെ വാഗമൺ കഴിഞ്ഞിട്ട് നേരെ പോയത് മലയാറ്റൂർക്കാണ്. മലയാറ്റൂർ മണപ്പാട്ടുചിറ എന്നുള്ളൊരു 110 ഏക്കർ ഒരു തടാകമുണ്ട്. അതിന് നക്ഷത്ര തടാകം എന്നാണ് അവർ പറയുന്നത്. അത് മലയാറ്റൂർ മലയുടെ തൊട്ടടിവാരത്ത് തന്നെയാണ്. അതൊരു ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് 110 ഏക്കർ. അത് ഇടമല ഡാമിൽ നിന്ന് വരുന്ന നല്ല വെള്ളം ശേഖരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇറിഗേഷൻ പർപ്പസിന് പോകും. ഇപ്പോൾ ഈ കൊല്ലം കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കൊല്ലം അവിടെ കാർണിവൽ നടക്കുന്നുണ്ട്. എല്ലാ കൊല്ലം ഇങ്ങനെ നടത്താൻ ആൾക്കാർ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ നക്ഷത്ര തടാകത്തിലേക്ക്. ഇത് കാർണിവലോടനുബന്ധിച്ചിട്ട് പല പരിപാടികളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇതിലിപ്പോൾ ഈ കൊല്ലമാണ് 12,000 നക്ഷത്രത്തോട് തൂക്കിയെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ നക്ഷത്രം നോക്കിയിട്ടുണ്ട്, പക്ഷേ വിളക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനത് നക്ഷത്രം നോക്കിയിട്ടുണ്ടാവുള്ളൂ, നക്ഷത്രത്തിൽ ലൈറ്റ് ഉണ്ടാവില്ല എന്ന് ഓർത്തു. പക്ഷേ കുറച്ച് ഇന്നിപ്പോൾ കറണ്ട് വന്നു. ഇതിപ്പോൾ നമുക്കത് നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഇത് ശരിക്കും നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇത് രാത്രി പൂട്ടണം കാണാൻ. ഇവിടെ ഇപ്പോൾ തിരക്ക് കാരണം എനിക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. വണ്ടി ഉള്ളിൽ കയറിയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ വണ്ടി ഉള്ളിലേക്ക് പോകണ്ടെന്ന് വെച്ചു. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ ഒരു 20 അടി പൊക്കത്തിലുള്ള ഒരു നക്ഷത്രം, ഒഴുകി നടക്കുന്ന നക്ഷത്രം ഉണ്ടാക്കുന്നു എന്നോ ഒക്കെ ഞാൻ കേട്ടു. ഞാൻ കണ്ടില്ല. പിന്നെ ഒരു വലിയൊരു പാപ്പാനീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെയാണ്. ന്യൂ ഇയർ ഈവോടുകൂടി ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ തീരും. സോ ഇത് ഇപ്പോൾ വളരെ വലിയൊരു വരുമാന സ്രോതസ്സാണ് ഇവിടെയുള്ള ആളുകൾക്ക്, കച്ചവടക്കാർക്ക് വരുമാന സ്രോതസ്സായിട്ട് മാറി. പിന്നെ ഒരു മേജർ അട്രാക്ഷൻ ഫോർ മലയാറ്റൂരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.